നിർത്തുക. പിന്നെ സൗണ്ട് കേട്ടിട്ട് പിന്നെ ബാക്കിലേക്ക് പോകരുത്. നമ്മൾ വീണ്ടും എങ്ങോട്ട് തിരിച്ചു കൊടുക്കണം? ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊടുക്കുക. എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം കൊണ്ടുപോകാം. അഥവാ ഒറ്റയടിക്ക് ഓടിക്കാൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങ് ഫ്രണ്ട് വരെ പോകണ്ട. കാരണം കുത്തി ഇറക്കുക കിടക്കുക വേണ്ട, സ്വല്പം മുമ്പോട്ട് എടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയർ കൊടുക്കുക. വീണ്ടും ഓപ്പോസിറ്റ് തിരിക്കണം. നമ്മൾ ഇങ്ങനെ ഈ റൈറ്റിലോട്ട് പിന്നെ ബാക്കിലേക്ക് ഒരുപാട് നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്യും? നമ്മുടെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സൈഡ് തട്ടും, ഇറങ്ങാൻ വേണ്ടി. ഇനി ഞാൻ മുൻപോട്ടൂടെ കയറ്റി കാണിച്ചു തരണം. കണ്ടോ, കൃത്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നു. കണ്ട, ആസേർട്ട് കൊടുക്കരുത്. ഒരുപാട് ആസേർട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? ഞാൻ ഭയങ്കര സ്പീഡിലും പിന്നെ പെട്ടെന്ന് നമ്മൾ പേടിച്ച് എന്ത് ചെയ്യും? ബ്രേക്ക് പെട്ടെന്ന് വെക്കും. പിന്നെ എടുക്കുന്ന സമയത്ത് ബാക്കിലോട്ട് പോകും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതുപോലെ പലർക്കും വീടുകളിന്റെ മുറ്റത്ത് കിടക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫ്രണ്ട് ഇറക്കിക്കൊണ്ട് പോകാൻ, ഇത് കണ്ടില്ല, ഇതേപോലെ കിടക്കുന്ന സ്ഥലത്ത് ഒരു വണ്ടി ഫ്രണ്ട് ഇറക്കാനായിരിക്കും പ്രയാസം. അതുപോലെ തന്നെ ചിലപ്പോൾ റിവേഴ്സ് ഇറങ്ങാനായിരിക്കും പ്രയാസം. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് റിവേഴ്സ് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഫ്രണ്ട്, അതായത് ഇവിടുന്ന് വാഹനം വന്ന് ഇങ്ങനെ തിരിച്ചു ഫ്രണ്ട് ഇറക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. കാരണം ഇവിടെ തട്ടുവോ ആ സൈഡ് തട്ടുവോ, കൃത്യമായിട്ട് ഏത് സൈഡാണ് കൃത്യമായിട്ട് എവിടെ വരുമ്പോൾ ഓടിക്കണം എന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഈ വരുമ്പോൾ അതിൽ ഈ ഭാഗത്ത് വരുന്നത് എന്നിട്ട് ഈ ഭാഗത്ത് തട്ടും. അപ്പോൾ ഒടിഞ്ഞു വരുന്ന സമയത്ത് ഇങ്ങോട്ട് വൈഡായിട്ട് വരുന്ന സമയത്ത് ഇവിടെ തട്ടും എന്നുള്ള പേടി, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തട്ടും എന്നുള്ള പേടിയാണ്. ഇത് കണ്ടല്ലേ, ഇങ്ങനെയുള്ള പേടികളാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന് പേരെന്താ? മധുമല, പത്തനംതിട്ട ജില്ല മധുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു വാഹനം കൃത്യമായിട്ട് എടുക്കുക, കറക്റ്റായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്രണ്ട് തന്നെ കൃത്യമായിട്ട് തട്ടാതെ കൃത്യമായിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാനത് വാഹനത്തിൽ കയറിയിരുന്നത് കാണിച്ചും പറഞ്ഞു തരുന്നതാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ്. നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഇങ്ങോട്ടാണ് നമുക്ക് തിരിയേണ്ടത്. അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡിലെ ഇത് എനിക്ക് കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഗ്യാപ്പ് കൂടുതലും അവിടെ ഗ്യാപ്പ് കുറവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഭാഗം ചെന്ന് തട്ടും, ആ ലെഫ്റ്റ് സൈഡിൽ ചെന്ന് തട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയർ കൊടുത്തോണ്ട് നേരെ ബാക്കിലേക്ക് തന്നെ ഇറങ്ങുക. ഈ ബാക്കിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? നമ്മള് ഈ റൈറ്റ് സൈഡ് ചേർത്തങ്ങ് ഇറങ്ങാൻ നിൽക്കണം. കണ്ടോ, ഈ റൈറ്റ് സൈഡിലോട്ട് ചേർത്തിറക്കുക, ചേർത്താക്കി മുമ്പോട്ട് എടുക്കുക. എന്നിട്ട് ഈ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമുക്കിപ്പോ കണ്ട ഫ്രണ്ടിലോട്ട് എടുക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് വരുന്നു, കണ്ട റൈറ്റിലേക്ക് വരുന്നു. എന്നിട്ട് നമുക്ക് ഈ ബായ്ക്ക് അടുക്കേണ്ടത്, ഈ ബായ്ക്ക് അടുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് ഫ്രണ്ടിനെ കൊണ്ടുപോകാം. കണ്ട, ലെഫ്റ്റിലേക്ക് ഫ്രണ്ടിനെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇത് കണ്ടല്ലേ, ബായ്ക്ക് കൃത്യമായിട്ട് നമുക്ക് ഒടിഞ്ഞു വരേണ്ടത്രത്തോട്ട് വരും. കണ്ട, കൃത്യമായിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരും. അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? ഫ്രണ്ടോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്കാണ്. കണ്ട, അപ്പൊ അത്രയും നമുക്ക് എത്രത്തോളം വരാമോ അത്രത്തോളം കൊണ്ടുവരിക. വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുക. ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ തിരിയുന്നത് ആ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഫുള്ള് തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ ഇറങ്ങി വരുംതോറും ലെഫ്റ്റ് സൈഡ് തട്ടാതെ നമ്മൾ നോക്കുക. എത്രത്തോളം നമ്മൾ ഈ ഇപ്പൊ ഇവിടെ നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും തട്ടില്ല, ഇവിടെ തട്ടാതെ വരുമ്പോൾ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ശ്രദ്ധിക്കണം. കാരണം ഒടിഞ്ഞു വരുമ്പോൾ ഫ്രണ്ട് ഭാഗം അവിടെ തട്ടുവോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പതിയെ എന്ത് ചെയ്യുക? ബാക്കിലേക്ക് പതിയെ എടുത്ത് വിടുക. കണ്ട, അപ്പൊ നമുക്ക് അവിടെ തട്ടുന്നുണ്ടെങ്കിൽ സ്വല്പം നിവർത്തി കൊടുക്കുക. ആ ഒരു എവിടെയാണോ തട്ടുന്ന ഭാഗം അത് ഒഴിവാക്കി കിട്ടിയാൽ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പിടിക്കുക. കണ്ട, കൃത്യമായിട്ട് നമുക്ക് വാഹനം ഇങ്ങനെ ഒടിഞ്ഞു വരും. കണ്ട, കൃത്യമായിട്ട് ഒടിഞ്ഞ് ബാക്കിലേക്ക് വരും തോറും കണ്ട നമുക്ക് ആ ഭാഗത്തേക്ക് തട്ടാതെ തന്നെ കണ്ടില്ലേ കൃത്യമായിട്ട് ഇങ്ങോട്ട് വരും. എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് അടുപ്പിക്കാവോ, കാരണം എത്രത്തോളം ബാക്കിലേക്ക് വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് ഫ്രണ്ടിലേക്ക് ഒടിക്കാൻ കഴിയുകയുള്ളൂ. കണ്ട, ഇത്രത്തോളം ബാക്കിലേക്ക് വരാമോ അത്രത്തോളം വരിക. അത്രത്തോളം വന്നതിന് ശേഷം അവിടെ നിർത്തി കൊടുക്കുക. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് ബാക്കിലേക്ക് എടുക്കുക. അപ്പം പ്രത്യേകിച്ച് ഈ ക്യാമറയൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നിർത്തുക. പിന്നെ സൗണ്ട് കേട്ടിട്ട് പിന്നെ ബാക്കിലേക്ക് പോകരുത്, അവിടെ നിർത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ട്രൈ മോഡ് കൊടുക്കുക. ട്രൈ മോഡ് കൊടുത്തു നമ്മൾ വീണ്ടും എങ്ങോട്ട് തിരിച്ചു കൊടുക്കണം? ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊടുക്കുക. എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം കൊണ്ടുപോകാം. അഥവാ ഒറ്റയടിക്ക് ഓടിക്കാൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങ് ഫ്രണ്ട് വരെ പോകണ്ട. കാരണം കുത്തി ഇറക്കുക കിടക്കുക വേണ്ട, സ്വല്പം മുമ്പോട്ട് എടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയർ കൊടുക്കുക. വീണ്ടും ഓപ്പോസിറ്റ് തിരിക്കണം. കാരണം നമുക്ക് അറിയാം, റിവേഴ്സ് എന്ന് പറയുമ്പോഴേ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ മുന്നോട്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ട്രൈ മോഡും ലെഫ്റ്റും ആയിരുന്നു. കണ്ട, അപ്പൊ റിവേഴ്സ് വരുമ്പോഴോ റിവേഴ്സും റൈറ്റും ആണ്. കണ്ട, എന്നാലേ കറക്റ്റ് എന്ത് ചെയ്തുള്ളൂ? വണ്ടി ബാക്കിലേക്ക് ഒടിഞ്ഞ് കൃത്യമായിട്ട് ഇതാണ് ഇതേപോലെ വരും. കണ്ട, നമുക്കപ്പോൾ അവിടെ ആ ഭാഗത്ത് തട്ടത്തുമില്ല,
കൃത്യമായിട്ട് എടുക്കുക. അപ്പൊ എത്രത്തോളം നമുക്ക് ആ ഒരു സ്പേസ് കിട്ടിയോ അത്രത്തോളം ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ട്രൈ മോഡ് കൊടുക്കുക. പിന്നെ കാരണം നമ്മൾ ഇങ്ങനെ ഈ റൈറ്റിലോട്ട് പിന്നെ ബാക്കിലേക്ക് ഒരുപാട് നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം എന്ത് ചെയ്യും, നമ്മുടെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സൈഡ് തട്ടും, കണ്ടില്ലേ? അപ്പൊ അത്രത്തോളം അങ്ങ് ചേർന്ന് പോകും. അപ്പൊ നമുക്ക് ഒരുപാട് ബാക്കിലേക്ക് പോകണം, നമുക്കൊരു സ്പേസ്, അതായത് മുന്നോട്ട് പോകാനുള്ള ആ സ്പേസ് കിട്ടിയോ അവിടെ നിർത്തുക, ട്രൈ മോഡ് കൊടുക്കുക, വീണ്ടും മുന്നോട്ട് എടുക്കുക. എന്ത് ചെയ്യുക, ഇതാണല്ലേ കൃത്യമായിട്ട് എത്രത്തോളമാണോ ഓടിച്ചു കൊടുക്കേണ്ടത് അത്രത്തോളം ഓടിച്ചു എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ. കണ്ട കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു, വീണ്ടും നമുക്ക് എങ്ങോട്ട് ഇറങ്ങണം, റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. കണ്ട കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഇറക്കവും വലത്തോട്ട് തിരിക്കുകയും അതുപോലെ തന്നെ ഒരു മെയിൻ റോഡിലോട്ടുമാണ് ഇറങ്ങുന്നത്. ആ മെയിൻ റോഡിലോട്ട് ഇറങ്ങി നമുക്ക് രണ്ട് സൈഡിലും വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് തിരിച്ചെന്ത് ചെയ്യാം. അപ്പോൾ നോക്കി വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാൻ വേണ്ടി. ഇനി ഞാൻ മുൻപോട്ടൂടെ കയറ്റി കാണിച്ചാൽ നമുക്ക് ഈ ഒരു റോഡിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ ഇവിടുന്ന് ബാക്കിന്നായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഈ റൈറ്റോട്ടാണ് കയറേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ ഈ ഒരു സൈഡ് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു വണ്ടിയാണ്, നമുക്കിപ്പോ റൈറ്റിലോട്ടാണ് കയറേണ്ടത്. അപ്പൊ റൈറ്റിലോട്ട് കയറേണ്ട സമയത്ത് എന്ത് ചെയ്യണം, നമ്മള് ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം, ബാക്കിലും വണ്ടി ഉണ്ടോ എന്ന് നോക്കി ഫ്രണ്ടിലും വണ്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം ബാക്ക് വണ്ടി ഒന്ന് നോക്കുന്നു, ഫ്രണ്ട് വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. എന്ത് ചെയ്യുക, നമുക്ക് ആ റൈറ്റിലോട്ട്, നമുക്ക് ആ വഴി ഗേറ്റ് കാണുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാവും, നിങ്ങൾ തിരിച്ചു കൊടുക്കാവും. ഗേറ്റ് കാണുന്നതിനനുസരിച്ച് തിരിച്ച് എന്ത് ചെയ്യുക, അങ്ങോട്ട് തിരിയുക. കണ്ടോ കൃത്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നു. കണ്ട അങ്ങോട്ട് കയറുന്നു, വണ്ടി അങ്ങോട്ട് കയറി നമുക്ക് ലെഫ്റ്റിലോട്ട് കയറണം. നമുക്ക് ആ എങ്ങോട്ടാണോ നമുക്ക് കയറ്റേണ്ടത് അങ്ങോട്ട് നോക്കി എന്ത് ചെയ്യാം, വേഗത്തിൽ. കാരണം നമ്മൾ ഒരുപാട് ആസിഡ് കൊടുക്കണം, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ഒരുപാട് ആസിഡ് കൊടുക്കരുത്. ഒരുപാട് ആസിഡ് കൊടുത്താൽ എന്ത് ചെയ്യും, കൈ നമുക്ക് സ്പീഡ് ചെറുതായിട്ട് താങ്ങി ബാക്കിലേക്ക് പോകാതെ താങ്ങി കൊടുത്താൽ മതി. കണ്ട കൃത്യമാണ്. നമുക്കിപ്പം സെൻട്രലിലാണോ വേണ്ടത് നമ്മൾ സെൻട്രലിലാക്കി ഇടുക, ഇപ്പൊ റൈറ്റ് സൈഡ് ചേർത്താണോ വേണ്ടത് ആ സൈഡ് ചേർത്തിടുക. അപ്പൊ കൃത്യമാണ്. നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നത്, ആസിഡ് താങ്ങരുത്. താങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയങ്കര സ്പീഡിലും പിന്നെ പെട്ടെന്ന് നമ്മൾ പേടിച്ച് എന്ത് ചെയ്യും, ബ്രേക്ക് പെട്ടെന്ന് വെക്കും, പിന്നെ എടുക്കുന്ന സമയത്ത് ബാക്കിലോട്ട് പോകും. അപ്പൊ നമുക്ക് പേടി തോന്നുന്നു എത്ര ആസിഡ് കൊടുക്കണം എത്ര ബ്രേക്ക് കൊടുക്കണം. നമ്മൾ താങ്ങി വെച്ചുകൊണ്ടിരുന്ന കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സെക്കൻഡ് റോൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മൂവ്മെന്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊരു വാഹനം നമുക്ക് റിവേഴ്സ് എടുത്ത് നമുക്ക് തിരിച്ച് മുൻപോട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, കയറ്റിയിടാവുന്നതാണ്. ഇപ്പൊ കണ്ടതും കാണിച്ചതും ചെയ്തും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പം ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വേണം. കാരണം നമ്മൾ ആ സെൻട്രലോ അല്ലെങ്കിൽ ആ സൈഡിലോ ആയി പോകുന്നതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങോട്ടായി പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങി വരുമ്പോൾ ഈ ഒരു സൈഡ് തന്നെ ചേർക്കുക, ഇങ്ങോട്ട് ഓടിക്കുക, ബാക്കിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ എന്താണോ ഫ്രണ്ടോട്ട് നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നത് മുന്നോട്ട് പോകുക. അതോ ഒറ്റയടിക്ക് നമുക്ക് ഓടിയാൻ കിട്ടിയില്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകണ്ട, സ്വല്പം മുന്നോട്ട് പോകാം. കാരണം ഇറക്കവും ഇതോടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് എന്ന് മാറുന്ന സമയത്ത് മുന്നോട്ടായ വണ്ടി. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിർത്തുന്നു, വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഒരുപാട് മുന്നോട്ട് പോകരുത്. എത്രത്തോളം എന്തായാലും നമുക്ക് ഒരു ഒറ്റ ഒടിവിന് ഒടിയത്തിരുന്നുണ്ടെങ്കിൽ സ്വല്പം മുമ്പോട്ട് പോവുക, അവിടെ നിർത്തുക, റിവേഴ്സ് ഗിയർ കൊടുക്കുക, തിരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുക, ബാക്കിലേക്ക് എടുക്കുക. ബാക്കിലേക്ക് ഒരുപാട് പോകരുത്. ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒടിവിനനുസരിച്ച് എന്ത് ചെയ്യും, വണ്ടി ആ ലെഫ്റ്റ് സൈഡിലോട്ട് അടുത്ത് പോകാതെ ബാക്കിലേക്ക് വരിക. എന്ത് ചെയ്യുക, മുൻപോട്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടിയോ മുൻപോട്ട് ഡ്രൈവ് മോഡ് കൊടുക്കുക, നമുക്ക് പോകേണ്ടത് നോക്കി തിരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് വീടിന്റെ മുറ്റത്തു നിന്നാണെങ്കിലും ഇതുപോലെ നമുക്ക് ഓരോരുത്തരെ ഇപ്പം എന്താണോ പ്രയാസം, അവരുടെ ബുദ്ധിമുട്ട് എന്താണോ, അവർ വീട്ടിൽ നടക്കാനാണോ, അതനുസരിച്ച് ഞാനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ കാണുമ്പോൾ അതുപോലെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം എടുക്കാൻ പേടി, വാഹനം ഓടിക്കണം ഈ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിലേ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് നിങ്ങൾ പ്രാക്ടീസിന് പോയാലും പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കും. നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല എന്നുള്ള നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.